ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നിങ്ങളപ്പോൾ എല്ലാവരും യൂറോൻ്റെ റേറ്റ് കണ്ടോ? ഞാനും കണ്ടു. എന്താ കാര്യം? നമുക്ക് സാലറി കിട്ടുന്ന സമയത്ത് ഈ എമൗണ്ട് ഒന്നും ഉണ്ടാവില്ല. ഇപ്പം ഈ എമൗണ്ട് നല്ല ഹൈയിൽ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ സാലറി കിട്ടുമ്പോൾ നമ്മൾ ഈ കിണറ്റിൽ നിന്ന് വെള്ളം കോരണ പോലെയാണ്. ഏറ്റവും അടിയിൽ പോയിട്ട് അതിൽ നിന്നായിരിക്കും നമുക്ക് കിട്ടുക. എന്നാൽ ഇവർ യൂറോ കൂട്ടുന്ന സമയത്തോ നമുക്ക് സാലറി കിട്ടുമോ? ഇല്ല. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, എന്നാൽ എൻ്റെ യൂറോ നീ എന്താണ് ഇപ്പോൾ ഈ നേരത്തെ ഇങ്ങനെ കൂടിയതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്നാൽ സാലറി കിട്ടണ മാസം അവസാനം കൂടിയതാണെങ്കിൽ എന്ത് രസമായിരുന്നു. പറഞ്ഞിട്ട് കാര്യമില്ല ഗായ്സ്. കിട്ടുമ്പോൾ മേടിക്കാം, അതേ നടക്കുള്ളൂ. ക്യാഷ് കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പല റെസ്ട്രിക്ഷൻ വരും. പക്ഷെ നമ്മളതിലൊന്നും വീണു പോരുത്. നമ്മൾ മൂവ് ഓൺ ആയിക്കൊണ്ടേയിരിക്കണം. മനസ്സിലായല്ലോ? ഇപ്പോൾ കൂടിയിട്ടുള്ള യൂറോ ഇതിങ്ങനെ തന്നെ ഈ മാസം അവസാനം വരെ പോണേന്ന് മാത്രമേ ഞാൻ പ്രാർത്ഥിക്കുന്നുള്ളൂ. അങ്ങനെ മാത്രം സംഭവിച്ചാൽ മതിയായിരുന്നു. പറഞ്ഞിട്ട് കാര്യമില്ല. നോക്കാം. എന്നെപ്പോലെ തന്നെ യൂറോൻ്റെ റേറ്റ് കൂടുന്നുണ്ടോ കുറയുന്നുണ്ടോ നോക്കുന്ന എത്രയോ പ്രവാസികളുണ്ട്. അവർക്കെല്ലാവർക്കും ഞാൻ ഇത് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളും എന്നെപ്പോലെ തന്നെ ഇങ്ങനെ നോക്കി ഏത് മാസത്തിൽ തന്നെ ഇത്രയും പ്രാവശ്യങ്ങളിൽ, ഒരു ദിവസം 2 ദിവസമല്ല, കൂടുതൽ ദിവസങ്ങൾ എന്നെപ്പോലെ തന്നെ നോക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ടാറ്റാ, ബൈ ബൈ.